ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണേ 888 ഇൻറ്റു 125 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുന്നു? ആദ്യം ഈ 888 എന്ന് പറയുന്നത് 888 എന്ന് പറയുന്നതിനെ നമുക്ക് 111 ഇൻറ്റു 8 ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ 111 ഇൻറ്റു 8 ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. ഇനി അടുത്തത് ഈ 111 ഇൻറ്റു 8 അതാണല്ലോ ഈ 888 ഇൻറ്റു ഈ 125. അപ്പോൾ നമുക്കറിയാം 25നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നു. 25 മൾട്ടിപ്ലൈഡ് ബൈ 4 എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ 125നെ നമ്മൾ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? 8 × 5 40, 0 ബാലൻസ് 4, 8 × 2 16, 16 + 4 20, 0 ബാലൻസ് 2, 8 + 2 10. അപ്പോൾ 125 × 8 എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ഈക്വൽ ടു 111 ഇൻറ്റു 8 × 125 എന്താണ്? 1000 ഈക്വൽ ടു. അപ്പോൾ ഇനിയിപ്പോൾ ഈസി ആയില്ലേ നമുക്ക്? 111 എത്ര സീറോസ് കൂടെ ഇട്ട് കൊടുക്കണം? 1 2 3. നമ്മുടെ ആൻസറിലോട്ട് എത്തിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് 888 എന്ന് പറയുന്നതിനെ നമുക്ക് 125നെ ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു നമ്പറിലോട്ട് വേണം നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 111 ഇൻറ്റു 8, അപ്പോൾ 8ഉം 125ഉം കൂടി 1000 ആയി. 111ഉം കൂടെ ആകുമ്പോഴത്തേക്കും മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയായി അല്ലേ? ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലമാണ് ചോദിക്കുന്നതിരിക്കട്ടെ, 888 ഇൻറ്റു 62. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 125ഓ 25 ഒന്നുമല്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100ഓ 1000സോ ഒന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നോക്കാം. 888 അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 8 ഇൻറ്റു 111. ഓക്കെ, ഇനി അടുത്തത് ഈ 62. അപ്പോൾ 8 ഇൻറ്റു 111 ഇൻറ്റു 62. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? ഓൾറെഡി 62 ഇൻറ്റു 8നെ നമുക്ക് ആദ്യം ചെയ്യാം. 8 ഇൻറ്റു 2 16, 6 ഇൻറ്റു 8 48 + 1 49. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് 62 ഇൻറ്റു 8 16 49. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇൻറ്റു ഈ 111. ഇനി ഇതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കാം. ഇതിന് മുൻപ് 11ൻ്റെ ഒരു മാജിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ 111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം ഇതിനകത്ത് എത്ര വൺസ് ഉണ്ടെന്ന് നോക്കുക. 3 1 ഉണ്ട്, അതിൽ നിന്നും ഒരു ഡിജിറ്റ് കുറയ്ക്കുക, അപ്പോൾ 2 വൺസായി. അത് നമ്മൾ അത്ര സീറോസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 11ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും 1 കുറയ്ക്കുക. ഓരോ സീറോസ് നമ്മൾ 2 സൈഡും ഇട്ട് കൊടുക്കുക. അത് ആ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോഴത്തേക്കും ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ നമുക്കിവിടെ 111 എങ്ങനെ ചെയ്യുന്നു നോക്കാം. 1 2 3 ഡിജിറ്റ് ഉണ്ട്, അതിൽ നിന്നും 1 കുറയ്ക്കുക, അപ്പോൾ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 9 6 അതിന് 2 സൈഡിലായിട്ടും 2 സീറോസ് ഇട്ട് കൊടുക്കുന്നു. ഈ 2 സീറോസ് എങ്ങനെയാണ്? 1 2 3, 3ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടുന്നു. അങ്ങനെ 2 സീറോസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ആദ്യത്തെ 3 എണ്ണം കൂടി ആഡ് ചെയ്യുന്നു. 0 + 0 + 6 കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് വണ്ണിൽ തുടങ്ങി അടുത്ത 3 എണ്ണം. 0 + 6 + 9 9ഉം 6ഉം 15 5. അപ്പോൾ റിമൈൻഡർ 1. അടുത്തത് ഇവിടം വരെ എത്തിയല്ലോ. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇതുവരെ. അപ്പോൾ 9ഉം 9ഉം 6ഉം 15ഉം 4ഉം 19. ഈ റിമൈൻഡറും ചേർത്ത് 20. 20ൻ്റെ 0 ഇടുന്നു, ദെൻ റിമൈൻഡർ വീണ്ടും 2. ഇനി അടുത്തത് ഇവിടെ എത്ര? 9ഉം 4ഉം 13. 13ഉം 0ഉം 13. 14 15. 15ൻ്റെ 5 എഴുതുന്നു, റിമൈൻഡർ വീണ്ടും 1. ഇനി അടുത്തത് ഇവിടെ 4 + 0 + 0 4. 4 + 1 5. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, 3 ഡിജിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ
ആൻസർ 55056. അപ്പം നമ്മൾ ഇതിലോട്ട് എങ്ങനെ എത്തുന്നു? ആദ്യം ഈ 888നെ 62 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ ഒരു പാറ്റേണിലോട്ട് നമ്മുടെ നമ്പേഴ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക. പ്രോഡക്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. 111 × 8 × 62. 62 × 8 നമുക്ക് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 111. ഈ 111 എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 ഡിജിറ്റ് ഉണ്ട്, അതിൽ നിന്നും ഒരു ഡിജിറ്റ് മാറ്റുക. അപ്പോൾ 2 എണ്ണമായി. ആ 2 സീറോസും 2 സൈഡിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 വെച്ചാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് പോകുന്നത്. ആദ്യത്തെ ബാക്കിൽ നിന്ന് 3 എണ്ണം, അപ്പോൾ 0 0 6. ഇനി അടുത്തത് 9 6 15 5, ബാലൻസ് 1. പിന്നെ അടുത്തത് ഇവിടെ നിന്ന് 9 6 15 4 19, 1 20, 0, റിമൈൻഡർ 2. അടുത്തത് 9 4 13, 14 15, 5, റിമൈൻഡർ 1, 4 1 5. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ?